ഹായ് ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ വെരി റിയൽ ടോപ്പിക്. നമ്മൾ വലിയ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് അല്ലേ? എന്നിട്ട് ആ സ്വപ്നത്തിലേക്കൊക്കെ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് വല്ലാതെ അറിയുകയും ചെയ്യാം. അതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ള പ്ലാനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ തുടങ്ങാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ ട്രാക്കിലേക്ക് പോകുന്നില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ? ശരിക്കും ഉള്ളതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ശരിക്കും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും, അതങ്ങ് തുടങ്ങിയാൽ മതി, അതങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ട്രസ്റ്റ് മീ ദാറ്റ് അവരൊക്കെ കുറേയൊക്കെ ലയേഴ്സാണ്. ഒരു നുണ പറയാണ്. കാരണം അത്ര എളുപ്പമല്ല തുടങ്ങുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വലിയ സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കും. നമ്മൾ അടുത്ത 3.5 മാസം അല്ലെങ്കിൽ അടുത്ത 4 മാസം എല്ലാ മാസവും ഉണ്ടായിരിക്കും. അടുത്ത 6 മാസം സ്റ്റഡി പ്ലാൻ, അടുത്ത 5 മാസം സ്റ്റഡി പ്ലാൻ, 4 മാസം സ്റ്റഡി പ്ലാൻ പറഞ്ഞ് നമ്മളിപ്പോൾ 3 മാസം സ്റ്റഡി പ്ലാനിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പ്ലാനിലൊക്കെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു പോകും. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ നാളെ തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അടുത്ത തിങ്കളാഴ്ച തുടങ്ങാൻ തന്നെ. ഇങ്ങനത്തെ എത്ര എത്ര നാളുകളും എത്ര എത്ര തിങ്കളാഴ്ചകളും മുന്നോട്ട് കടന്നുപോയെങ്കിലും നമ്മൾ ആ ഒരു പ്രോപ്പർ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന നമുക്ക് ഞാൻ അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ടെന്നുള്ള കോൺഫിഡൻസ് തരുന്ന ആ തുടക്കം നമുക്ക് ഇനിയും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഈ വീഡിയോയിൽ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് സ്റ്റാർട്ടിങ്, തുടക്കത്തിനെ പറ്റിയിട്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കോട്ടുകളിൽ ഒരെണ്ണമാണ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് വി നീഡ് ടു തിങ്സ് എന്ന് പറയുക. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറയാൻ പറ്റുമെന്നാണ് പറയുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്, തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ള കാര്യമാണ്. സോ ഈ സ്റ്റാർട്ടിങ് നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നിൽക്കും. അതിന് പല പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വി ഹാവ് എന്താ പറയുക, ഒരു ബിഗ് തിങ് ഇൻ നമ്മുടെ ലൈഫിൽ. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാറുണ്ട് റൂം ഇൻ ആൻഡ് എലഫന്റ് ഇൻ ആൻഡ് റൂം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ റൂമിൽ ഒരു ആന ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആന അവിടെ നിൽക്കുന്നിടത്തോളം കാലം റൂമിലുള്ള വേറൊരു കാര്യത്തിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ റൂമിലുള്ള ഈ ഒരു എലഫന്റിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് ഇറക്കണം എന്നുള്ളതാണ്. എന്താ സാധനം എന്ന് അറിയുമോ? പേടിയാണ്. പേടി. എന്തിനെ പറ്റിയിട്ടാണ് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പേടി ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഫെയിലായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിനോട് വിചാരിച്ചാൽ മതി എന്തുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങാത്തത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് എന്താ പറയുക, ജഡ്ജ്മെന്റ്. ബാക്കി ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്ത് കളയുമോ എന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി ഫിയർ ഓഫ് നോട്ട് ഗുഡ് എനഫ് എന്നുള്ളൊരു സാധനമുണ്ട്. പേടിയാണ്, ഞാൻ അത്ര പോരാ. ചില ആൾക്കാർ പറയും, സാർ എനിക്ക് ബേസിക്സ് ഇല്ല, +1 +2 അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്തമാറ്റിക്കലി അറിയില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇനി ബാക്കി ആൾക്കാർ നമ്മളെയൊക്കെ മനസ്സിലാക്കി കളയുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട്. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമുക്ക് മാർക്കോ നമ്മൾ അക്കാഡമിക്കിലോ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മൾ ഫുള്ളിട്ട് എക്സ്പോസ്ഡ് ആയി പോകും. നമ്മൾ സത്യാവസ്ഥകൾ പുറത്താവും എന്നുള്ളൊരു കാര്യത്തിൽ തോന്നുന്ന ആൾക്കാരുണ്ട്. ഇനി നല്ല മാർക്കുള്ള കുട്ടികളുണ്ട്. ആക്ച്വലി ഞാൻ അതും കണ്ടിട്ടുണ്ട്. 99% അടുത്ത് മാർക്കുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ അവർക്ക് ദേ ആർ അഫ്രൈഡ് ഓഫ് ഡൂയിങ് തിങ്സ്. വൈ? ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒപ്പിച്ചതാണ് എന്നുള്ള ഒരു അണ്ടർ വാല്യൂ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഈ ഫിയർ എന്ന് പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബിഗ് എലഫന്റ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ഫസ്റ്റ് തിങ് എന്നുള്ളതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോ ബഡി, നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആരും ജനിച്ചത് ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല ജനിച്ചത്. എവ്രിബഡി സ്റ്റാർട്ടഡ് ആസ് എ എന്താ പറയുക, ഒരു റൂക്കി ആയിട്ട്, ഒരു ബിഗിനർ ആയിട്ട്, ഒരു ന്യൂബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാവരും. ഇപ്പോൾ എന്ത് കാര്യം ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന ആര് വേണമെങ്കിലും നോക്കിക്കോ, അവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജെർക്കിൻസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമ്മൾ നമ്മുടെ അമ്മമാർ കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ, നമ്മുടെ അച്ഛന്മാർ ജോലിക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ, നമ്മളൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇനീഷ്യലി ദർ വിൽ ബി ദ ജെർക്സ്. ഇനീഷ്യലി ഒരു ഫേസ് മൊത്തം അങ്ങനെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാര്യമില്ലേ, നമ്മൾ എക്സ്പോസ്ഡ് ആവും, ബാക്കി എല്ലാവരും കാണും, ബാക്കി എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് മിക്കവാറും വെറുതെ തോന്നുന്നതാണ്. ഒരു സ്പോട്ട് ലൈറ്റ് എഫക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് തോന്നുകയാണ് നമ്മളെ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അത് നമ്മുടെ മാത്രം തോട്ടാണെന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ലോകത്ത് അധികം ആളെന്നല്ല ആരും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ അച്ചീവ്ഡ് ആവുന്ന സമയത്ത് അവൻ അച്ചീവ് ചെയ്തല്ലേ എന്നുള്ള രൂപത്തിൽ നോക്കുന്നുണ്ടാവും. അതർവൈസ് നോബഡി ഈസ് നോട്ടീസിങ്. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളും സാധനങ്ങളൊന്നും ആരും നോട്ടീസ് ചെയ്യുന്നൊന്നുമില്ല. അത് നമ്മുടെ തോട്ടാണ്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഈ തോട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ വി വിൽ ബി ഹാവിങ് ദാറ്റ് ബസ്. എല്ലാവരും എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫെയിൽ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ ചെയ്തിട്ട് എനിക്ക് അത്ര കഴിവില്ല എന്നുള്ള കാര്യം ബാക്കി ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന രണ്ടാമത്തെ തോട്ടാണ് ആ സാധനത്തിൽ നിൽക്കുന്നുണ്ടാവുക. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ദിസ് ഫിയർ അത് നമ്മൾ മനസ്സിലാക്കുക. എവ്രിബഡി സ്റ്റാർട്ടഡ്
ആസ് എ എന്താ പറയുക, ഒരു റൂക്കി ആയിട്ട്, ഒരു ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ആരും എക്സ്പേർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് നോബഡി ഈസ് വാച്ചിങ് അസ്. നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. നമ്മൾ നമ്മുടെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതത്തിലാണ്. നമ്മൾ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുക. അതിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ റീല് കൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു രാവിലെ 11 മണിയായി, അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഓക്കെ, ഒരു ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ദർ ഈസ് നോ പോയിന്റ് ഇൻ ദാറ്റ്. ഒരു സാധനമില്ല അവിടെ. നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സാധനം ഒന്ന് പെർഫെക്റ്റ് ആക്കി തീർക്കണം എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ട്. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ 11 മണിയായി, 12 മണി, 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുള്ള നമ്മുടെ തോട്ടിൻ്റെ പുറത്താണ് നമ്മൾ ഇതിങ്ങനെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ടൈമിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടാവുക. ഞാൻ പറയത്രേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു ജസ്റ്റ് ഹൗ ടു തിങ്ക് ലൈക്ക് ഐ വിൽ വർക്ക് ഫോർ 2 മിനിറ്റ്സ്. 2 മിനിറ്റ് ഞാനിതൊന്നും ചെയ്യാമെന്ന് വിചാരിക്കാം. 2 മിനിറ്റ്സ് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ NCERT-യിൽ നമ്മളൊരു പാഠം വായിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ടേക്ക് ദ NCERT ടെക്സ്റ്റ് ബുക്ക്, ഡു ഇറ്റ് ഫോർ 2 മിനിറ്റ്സ്. ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് ആ ചാപ്റ്റർ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ഗിവ് യു ദ മൊമെൻറ്റം. അത് മൊമെൻറ്റം തരും. 5 മിനിറ്റ്സ് വിചാരിച്ച് തുടങ്ങി നോക്കിയേ. 5 മിനിറ്റ്സ് മാത്രം വിചാരിച്ച് തുടങ്ങി. 5 മിനിറ്റ്സ് മതി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും 5 മിനിറ്റ്സ് കഴിയുമ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡാണ്. 300 സെക്കൻഡ് ആകുമ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ആരെങ്കിലും അത് 6, 7, 8 മിനിറ്റ് ആവും. അത് തുടങ്ങി കിട്ടാനുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല സാധനമാണ്. അപ്പോൾ നമ്മൾ ഡോണ്ട് തിങ്ക് ലൈക്ക് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വിചാരിക്കേണ്ട. 5 മിനിറ്റ്സ് ഈസ് വർത്ത്, 2 മിനിറ്റ്സ് ഈസ് വർത്ത്, ഈവൻ 30 സെക്കൻഡ്സ് വരെ വർത്താണ്. വെറുതെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്, ഇപ്പോൾ ഫിസിക്സിൽ ഒരു MCQ ക്വസ്റ്റ്യൻ, അത് വെറുതെ എടുത്തിട്ട് 30 സെക്കൻഡ്സ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കി സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് തിങ് എന്നല്ല. മീൻസ് അങ്ങനെ നമ്മൾ വിചാരിക്കണം. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു സ്ലോ തിങ് ആണ്, ഒരു ചെറിയ സാധനമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ഫിയർ ഇല്ലേ, നമ്മുടെ ആദ്യം പറഞ്ഞ ഫിയറുകൾ, ആ ഫിയറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ. ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു 99% അല്ലെങ്കിൽ 100% മാർക്കൊക്കെ കിട്ടുന്ന ഒരാളാണ്. നമുക്ക് പക്ഷേ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഉള്ളിൽ. കാരണം ഇതൊരു ബോർഡ് എക്സാം ആയതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഒപ്പിച്ചെടുത്ത മാർക്കാണ് എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കൊരു പേടിയാണ്. കാരണം ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ ജഡ്ജ് ചെയ്ത് പോകുമെന്ന് നമുക്ക് എന്തുണ്ട്, ഒരു പേടിയുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ള ഒരു പേടിയെ കുറച്ച് അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു ഹാബിച്വൽ പ്രോക്രാസ്റ്റിനേറ്റർ ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോപ്പ് ദാറ്റ്, ഡു ഇറ്റ് റൈറ്റ് നൗ. ആരും ജഡ്ജ് ചെയ്യില്ല, ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് കാര്യം. ഇനിയും ഞാനിപ്പോൾ കുറേ ഇങ്ങനെ പറയുമ്പോൾ സാറ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എങ്ങനെയാണ് തുടങ്ങുക, ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ള കാര്യം. തുടങ്ങുന്നതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയാൻ ഐ വിൽ ടെൽ യു 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യം ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. ജസ്റ്റ് ഡു ഇറ്റ്, വേറെ ഒന്നും ചെയ്യണ്ട, തുടങ്ങുക. അതാണ് ഫസ്റ്റ് തിങ്. നിങ്ങൾ എഴുതി വെച്ച ഫസ്റ്റ് സ്റ്റെപ്പ്, ജസ്റ്റ് ഡു ഇറ്റ്. സീരിയസ്ലി. എന്താ പറയുക, ഒരു ടാസ്ക് എടുക്കുക, നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടാസ്ക്. യു ക്യാൻ ടേക്ക് ദ സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ ടാസ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. ഡോണ്ട് തിങ്ക് അബൌട്ട് എ ബിഗ് ടാസ്ക്, ഡോണ്ട് തിങ്ക് അബൌട്ട് എ ബിഗ് തിങ്. ഒന്നും വിചാരിക്കണം, ഏറ്റവും ചെറിയ സാധനം. ഇപ്പോൾ ഞാൻ പറയാം, ഒരു MCQ എടുക്കുക, NCERT-യിലുള്ള ഒരു പേജ് വായിക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുക, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കടന്നു പോവുക. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ കടന്നു പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. ജസ്റ്റ് ഫോർ 2 മിനിറ്റ്സ്, ജസ്റ്റ് സ്റ്റാർട്ട് 2 മിനിറ്റ്സ്, ജസ്റ്റ് സ്റ്റാർട്ട് ഫോർ 5 മിനിറ്റ്സ്, ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ ഒരു ഡേയെ പറ്റി മാത്രം, അതായത് ഈ പ്രസന്റിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സാധനത്തിനെ പറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മളിപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ആവണം, 1 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നീറ്റ് എക്സാം കഴിയുന്ന ദിവസത്തിൽ ഇത്ര മാർക്ക് വേണം. അങ്ങനത്തെയൊക്കെ പല ആഗ്രഹങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എല്ലാം ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പാസ്റ്റിലാണ് നടക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു സമയം, ഞാനിപ്പോൾ ജനുവരി 21 രാവിലെ 10:07 AM 10:07 AM സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സമയത്ത് ഞാൻ ഈ 10:07 എന്നുള്ള സമയത്തിൽ ജീവിക്കുക. ഈ സമയത്ത് 1 മിനിറ്റ് 2 മിനിറ്റ് എൻ്റെ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിംപ്ലി ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് ഡോണ്ട് ഡു ഇറ്റ്. നമുക്കൊരു ഡ്രീമൊന്നുമില്ല, നമുക്ക് ഡോക്ടർ ആവണമെന്നില്ല, നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് വേറെ ഒരു കാര്യമില്ല. വാട്ട് വി ഹാവ് ഈസ് ലൈക്ക് ഇപ്പോഴത്തെ സമയമുണ്ട്, ഈ സമയത്ത് നമ്മൾ ഒരു ആക്ഷൻ ചെയ്യും എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. നമുക്ക്
ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി നമുക്ക് ഈ കൈൻഡ് ഓഫ് പേടികൾ ഉണ്ടാകും. ഫിയർ ഓഫ് എന്താ പറയുക ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് എക്സ്പോസിങ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫിയർ ഓഫ് ലോസിങ്, അങ്ങനത്തെ തരത്തിലുള്ള പേടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പേടികളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ജെർക്കുകൾ വരും. നമ്മൾ വിചാരിച്ച പോലെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയില്ല. ഈ ജെർക്കുകൾ വരുന്ന സമയത്ത് നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുക ചെയ്യുക. തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ, തുടങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഗോയിങ് ഡപ്പ്. നമ്മളൊരു കോൺഫിഡൻസ് കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോകും. കാരണം നമുക്കിങ്ങനെ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ച കാര്യമുണ്ട്. ചിലപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് വി ആർ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ കോൺഫിഡൻസ് കുറയുക, നമുക്കൊരു പേടി വരിക, ടെൻഷനായി പോവുക, ഒരു സാധനങ്ങൾ വരിക എന്നുള്ള ഒരു ഡിസ്കംഫർട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഓൾവേസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഡിസ്കംഫർട്ട്, ഇതിങ്ങനെ തന്നെയാണ്, നമ്മൾ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3 ആഴ്ച കഴിഞ്ഞ്, 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡിസ്കംഫർട്ടുകൾ ഇങ്ങനെ മാറി 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 വന്നോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കറന്റ് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് കൺക്ലൂഡിങ് ദിസ് വീഡിയോ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പേടികൾ, പലതരത്തിൽ പിന്നെ ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള മാറ്റിവെക്കലുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഡു ഇറ്റ്. ഒന്നാമത്തെ കാര്യം, ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ കറണ്ട്. ഇന്നത്തെ ദിവസം മാത്രം. നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളെ പറ്റി പോലും ആലോചിക്കേണ്ട, നമ്മുടെ ഡ്രീമുകളെ പറ്റി പോലും ആലോചിക്കേണ്ട, ഇന്നത്തെ ദിവസത്തിനെ പറ്റി മാത്രം ആലോചിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ ആ പറഞ്ഞ ഒരു എംബാരസ്മെന്റ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ഒരു ഡിസ്കംഫർട്ട് വരാനുണ്ട്. ആ ഡിസ്കംഫർട്ടിനെ നമ്മൾ ഉൾക്കൊള്ളാനും കൂടി തയ്യാറാവുക എന്നുള്ളതാണ് കാര്യമുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ആൻ ആസ്പിരൻറ്റ് ഷുഡ് നോ. ഒരു ആസ്പിരൻ്റ് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. സോ കീപ്പ് ഓൺ വർക്കിംഗ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് തിങ്ക് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് നൗ ആൻഡ് ഗോ ഓൺ എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് ഒരു പേഴ്സണൽ നോട്ട് ഇതിൻ്റെ അടിയിൽ ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ യൂട്യൂബ് കോച്ചിങ്ങിൻ്റെ എന്താ പറയുക, നമ്മുടെ ചാനൽ നമ്മളിങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 1, 2, 3 ആഴ്ചയായിട്ട് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന, പേഴ്സണലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. സോ ജസ്റ്റ് ഡിസൈഡിങ് ലൈക്ക്, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചാൽ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂവേഷൻ. ഡെഫിനറ്റ്ലി നീറ്റ് 2025 വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ റെഗുലറായിട്ട് യു ക്യാൻ എക്സ്പെക്ട് എ വീഡിയോ ഇൻ എവറി 2 days. എല്ലാ 2 ദിവസം കൂടുമ്പോഴും. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് എനിക്ക് വെക്കുന്ന ഒരു പ്ലാനാണ്. ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ദിസ് തിങ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇറ്റ് വിൽ ബി എ സീരീസ് ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ടിൽ യുവർ സക്സസ്. നിങ്ങൾ സക്സസ്ഫുൾ ആവുന്ന ആ ഒരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. റിമൈൻഡിങ് യു, ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. അത് മാത്രം ഫോക്കസ് ചെയ്യുക, അതിന് മാത്രം മൈൻഡിൽ വെച്ചിട്ട് തുടങ്ങാം. ആൻഡ് വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഇൻ നെക്സ്റ്റ് 2 days. ബൈ ബൈ.